എപ്പോഴും നമ്മളെ സ്റ്റുഡൻസ് അധ്യാപകരെ കുറിച്ച് ആ പുള്ളി നല്ല അധ്യാപകനായിരുന്നു പറഞ്ഞു കേൾക്കാനാണ് എനിക്ക് ഇഷ്ടം. അല്ലാതെ സ്റ്റുഡൻറ് ഞാൻ എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് പറയണല്ല, അത് അഭിമാനമുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞു എന്നാലും ആ അഭിമാനം പങ്കിടാം, ഞാൻ ഈ ഒരു വേദിയിൽ പങ്കിടാം. അത് വേറെ ആരുമല്ല, നമ്മളെ വളരെ പ്രശസ്തനായ സംവിധായകൻ, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന സംവിധായകനാണ് ഇപ്പം അദ്ദേഹം, റോഷൻ ആൻഡ്രൂസാണ്. അപ്പോൾ റോഷൻ ആൻഡ്രൂസിൻ്റെ ഒരു പറ്റി ഞാൻ പറഞ്ഞുകൊണ്ട് പറയാം, ഞാൻ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല അത്, പക്ഷെ പറഞ്ഞുകൊണ്ട് പറയാം. ആ പുള്ളി ഭയങ്കര ഗുരുത്വമുള്ള ആളാണ്. കാരണം ഉദയനാണ് താരം എന്ന് പറഞ്ഞ സിനിമ എൻ്റെ കഥയൊക്കെ എന്നോട് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ടെലിവിഷൻ അവിടെ സിനിമ യന്ത്ര മീഡിയയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി വന്നിട്ട് കഥയൊക്കെ പറയും, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. പുള്ളി ആ സിനിമ ചെയ്യാനുണ്ടായ കാര്യങ്ങളും കൂടി പറയാം. പുള്ളി ഒരു ടെലിഫിലിം ചെയ്തു. അതിലെ കേന്ദ്ര കഥാപാത്രം ഒരു നായയായിരുന്നു. ഡിസംബറിൽ അതിഥി എന്നായിരുന്നു ആ ടെലിസിനിമയുടെ കാര്യം, ആ സിനിമയുടെ പേര്. അതിലേക്ക് അഭിനയിക്കാനും പറ്റിയില്ല, എന്നെ വിളിച്ചിരുന്നു, ചെയ്യാൻ പറ്റില്ല, വിളിക്കാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ ആ പുള്ളി ഇങ്ങനെ ഇത് എന്നോട് റോഷൻ തന്നെ പറഞ്ഞ കഥയാണ്. റോഷനെ കുറിച്ച് ഒരുപാട് കഥകൾ പറയാനുണ്ട്, ഞാൻ പക്ഷെ അത് പറഞ്ഞിട്ടില്ല, കാരണം പറഞ്ഞ ഒരു സംഭവം. അപ്പോൾ ഭയങ്കര ഡിറ്റർമിനേഷൻ ഉള്ള ആളാണ്. ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷനും കോൺഫിഡൻസും. അപ്പോൾ ആ കാലഘട്ടത്തിൽ പഠിക്കുന്ന സമയത്ത് പുള്ളിയെക്കുറിച്ച് ഒരു പറയാനുള്ള കാര്യം, എന്നെ ഇങ്ങനെ ചോദിച്ചു വെറും ചോദ്യങ്ങളല്ല, നല്ല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. വെറുതെ ഒരു നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളല്ല. പുള്ളിയുടെ വളർച്ചയ്ക്ക് പുള്ളി അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടേ പുള്ളി അടുത്തേക്ക് പോകുള്ളൂ. അങ്ങനെ ഒരാളാണ്, പണ്ടേ അങ്ങനെയാണ്. അതിപ്പോഴും ഉണ്ടാ. ഒരു ഷോട്ട് എന്ന് പറഞ്ഞാൽ 18 ടേക്ക് എടുക്കാനും പുള്ളി ഉദ്ദേശിക്കുന്ന സാധനം ടേക്ക് കിട്ടണ വരെ പുള്ളി അത് വിടില്ല. അത് ആരാണെങ്കിലും എടുത്തുകൊണ്ടിരിക്കും. പുള്ളിയുടെ മനസ്സിലൊരു സാധനമുണ്ട്. അന്നേ ഈ സ്റ്റുഡൻറ്റിന് തന്നെ അങ്ങനെ ഉണ്ട്. ഈ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ റോഷൻ അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളാണ്. കാരണം പുള്ളിക്ക് അത് അറിഞ്ഞാലേ പുള്ളി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പക്ഷെ മനോഹരമായിട്ട് ഭയങ്കരമായ, അതായത് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ്. സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഞങ്ങൾ പിന്നെ ഭയങ്കര കമ്പനിയാണ് സ്റ്റുഡൻറ്റിന് ശേഷമൊക്കെ അല്ല. അതല്ലാതെ ഭയങ്കര ഇൻസ്പയർ ചെയ്ത കാരണം വെച്ചാൽ പുള്ളിയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിലെ ഒരുപാട് ആൾക്കാരിൽ നിന്ന് പലതും നമ്മൾ പഠിക്കും. ഞാൻ പുള്ളിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റുഡൻ്റ് സ്റ്റുഡൻ്റ് ആയതിനു ശേഷം ആണ് ഞാൻ പറയുന്നത്. സ്റ്റുഡൻറ് നിലയ്ക്കില്ല വെച്ചാൽ പുള്ളി പല കാര്യങ്ങളും തെളിയിച്ച് കാണിച്ചു തരികയാണ്. അപ്പം പുള്ളിയോട് ഞാൻ അന്നൊരു നിർദ്ദേശം പറഞ്ഞിരുന്നു. പിന്നെ എല്ലാവരും കഴിഞ്ഞ് ക്ലാസ് ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമല്ലോ. അപ്പോൾ ഓരോരുത്തരോട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അവരുടെ റോഷനോട് പറഞ്ഞു, റോഷൻ ഡയറക്ഷനിൽ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, ഞാൻ എവിടേക്കോ ഒരു കല്ലെടുത്ത് വെക്കാൻ ഞാനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഭാഗമായിരുന്നു, അങ്ങനെ പറയുന്നു. ചെറിയൊരു ഭാഗം, എവിടെയോ ഒരു ചെറിയ കുഞ്ഞ് സ്റ്റോൺ ഞാനും വെച്ചിട്ടുണ്ട് പുള്ളിയുടെ സ്ട്രക്ചറിൻ്റെ ഇതിൽ. അപ്പം അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ആക്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾ നല്ല സ്കില്ലുള്ള ആളാണ്, പക്ഷെ അതിൻ്റെ മുകളിലാണ് നിങ്ങളെ ഡയറക്ടോറിയൽ സ്കിൽ. അതെനിക്ക് തിരിച്ചറിയാൻ പറ്റിയ ആ കാലഘട്ടത്തിൽ തന്നെ. അവിടെയാണ് ഞാനെന്ന അധ്യാപകനിലെ ഞാൻ സ്വയം വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ തിരിച്ചറിയാൻ പറ്റുക പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അയാൾ ആക്ടിങ് സ്റ്റുഡൻ്റ് ആണ്, അഭിനയം പഠിക്കാൻ വന്ന ആളാണ്, അയാൾ ഡയറക്ഷൻ പഠിക്കാൻ വന്ന ആളല്ല. പക്ഷെ അയാളോട് ഞാൻ കൊടുത്ത നിർദ്ദേശം, സംവിധാനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ. കോൺസെൻട്രേഷൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അത് ചെയ്യൂന്നല്ല പറയണത്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ, അതിന് ഭയങ്കര സാധ്യതയാണ്. അപ്പോൾ പുള്ളി ചോദിച്ചാൽ എന്താണ് അങ്ങനെ പറയണത്. പിന്നെ ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ നിങ്ങളുടെ ഫേസിൽ തന്നെ അതുണ്ട്, നിങ്ങൾ കണ്ണാടി നോക്കാറില്ലെന്ന് ചോദിച്ചു. കണ്ണാടി നോക്കിയാൽ തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു അതായത് അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങളിലും എന്താണ് വേണ്ടത് എന്ന് കൃത്യതയുണ്ട് എല്ലാറ്റിലും. ഒരു ഡയറക്ടർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്, കൃത്യത. അതായത് കൃത്യത വെച്ചാൽ നമ്മളെടുക്കുന്ന ഷോട്ടുകളിൽ ആ ഷോട്ട് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അദ്ദേഹത്തിന് ശരിയായിരിക്കണം, എടുക്കുന്ന ആ സംവിധായകന് ശരിയായിരിക്കണം ആ ചെയ്യുന്ന കാര്യത്തിൽ. അതിൽ ചാഞ്ചാട്ടം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ പുള്ളി അഭിനയിക്കുമ്പോഴായാലും ശരി, പുള്ളി ചോദിക്കുന്ന ചോദ്യങ്ങളായാലും ശരി, പുള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും പുള്ളിക്ക് ഈ കൃത്യതയും ഈ ഷാർപ്പ്നെസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഞാനൊരു ഓർമ്മ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, പുള്ളി അങ്ങനെ ഒരു ക്യാരക്ടറുള്ള അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പുള്ളിയെ ലാസ്റ്റ് പറഞ്ഞു ഇങ്ങനെ അതിൽ. പക്ഷെ അത് പിന്നെ എനിക്കൊരു വിവരമില്ല അദ്ദേഹത്തിനെക്കുറിച്ച്, പിന്നെ എനിക്കൊരു വിവരമില്ല. കുറേ കാലത്തിന് ശേഷം എന്നെ വിളിക്കുന്നു. ഈ സിനിമയുടെ കഥയൊക്കെ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഗംഭീര കഥയാണ്. ഞാൻ ആ കൂട്ടത്തിൽ കഥ കേട്ടിട്ടുള്ള ഒരാൾ, അതായത് PF മാത്യൂസിനോടാണ് കഥ പറയുന്നത് പുള്ളി. അതിനുശേഷം മാത്യു ചേട്ടനോട് ഞാൻ പറഞ്ഞൊരു കഥ അതുപോലെ എന്നോടും പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരാണ് ഈ ശ്രീനേട്ടനൊക്കെ കഥ കേൾക്കുന്നതിൻ്റെ മുമ്പ് കേട്ട ആൾക്കാരിൽ ഞങ്ങൾ രണ്ടുപേരുണ്ട്.
ഔദിനാണ് താരം കേൾക്കുന്ന സമയത്ത് എന്ത് തോന്നി? കേട്ടപ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയ സ്റ്റോറിയാണ്. അന്നേ ഞാൻ പറഞ്ഞു, നമ്മളെ പരിമിതമായ ഇതിനുള്ള ഒരു സാങ്കേതികമായ അറിവുകളൊക്കെ വെച്ച് നമ്മൾ പറഞ്ഞു ഇത് ഗംഭീരാവും, നന്നായിട്ട് വരും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ വിശ്വാസം എന്നേ പറയാറുള്ളൂ. കാരണം എനിക്ക് അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, ഞാൻ അതിൽ അങ്ങനെ തെളിയിച്ച ആളല്ലല്ലോ. ഈ തെളിയിക്കപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. തെളിയിക്കപ്പെടാതെ നമ്മളെ വിശ്വാസം അതാണ്, നമുക്കത് അങ്ങനെയാണ് തോന്നുന്നതൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരാളെ മിസ്ലീഡ് ചെയ്യിക്കാൻ പാടില്ല. ഞാൻ പറയുന്ന സാധനം ശരിയല്ലെങ്കിലോ അതെ, അവിടെ നമ്മൾ കുറ്റക്കാരനാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ കുറ്റക്കാരനാവാൻ പാടില്ല. അപ്പോൾ പുള്ളി കൊണ്ടുവന്ന പറഞ്ഞ കഥയിൽ അത് എനിക്ക് നന്നായിട്ട് തോന്നി, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം അങ്ങനെ ഒരു സാധനം ഇതുവരെ വന്നിട്ടില്ല. അത്ര വരെ എനിക്ക് കഥ അറിയുള്ളൂ. പിന്നെ ഞാൻ അടുത്ത തന്നെ കേൾക്കണമെന്ന് വെച്ചാൽ കുറേ മാസങ്ങൾ, എത്ര സമയം എന്ന് എനിക്ക് ഡ്യൂറേഷൻ അറിയില്ല. ഈ കഥയൊക്കെ ഞാൻ കേട്ടിട്ട് ഇതിന് അഭിപ്രായം പറഞ്ഞു പോയി. പിന്നെ റോഷനെ വിറങ്ങൊന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞു, ചേട്ടാ എൻ്റെ സിനിമ ആദ്യത്തെ ഷോട്ട് എടുക്കാൻ പോവുകയാണ്, ചേട്ടൻ അനുഗ്രഹം ഉണ്ടാവണം. അപ്പം ഞാൻ പറഞ്ഞു, റോഷൻ ഇത് വൻ സക്സസ് ആയിരിക്കും, 100 ദിവസത്തിൽ മേലെ ഈ പടം ഓടും. അത് പറയാൻ എനിക്കൊരു കാരണമുണ്ട്. അത് ഉറപ്പിച്ച് പറഞ്ഞതാ. അത് ഞാൻ പറഞ്ഞു എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല, ആര് ചെയ്യുന്നു എന്താ ശ്രീനേട്ടൻ, അതിൻ്റെ ബാക്കി കഥകളൊന്നും അറിയില്ല. പുള്ളി പിന്നെ വിളിക്കുന്നത് ഇപ്പോൾ അങ്ങനെയാണ്, ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ പോവുകയാണ്, ചേട്ടൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. അതൊരു ഗുരുത്വം എന്നുള്ള നിലയ്ക്ക് പുള്ളി എന്നെ വിളിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് 100 ദിവസം ഓടും റോഷൻ, ഒന്നും വിഷമിക്കണ്ട, വിഷമിക്കല്ല, ഒന്ന് സന്തോഷമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യും, ഗംഭീരമായിട്ട്. എനിക്ക് അങ്ങനെയൊക്കെ പറയാറില്ല, ഞാൻ എക്സൈറ്റഡ് ആയി. കാരണം എനിക്ക് എൻ്റെ ഞാനുമായിട്ട് വെച്ചാൽ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ ഒരു സ്റ്റുഡൻറ്റ് എന്നെ ആദ്യം വിളിച്ച അയാളുടെ സിനിമ ആദ്യത്തെ, എനിക്ക് അത്ര അന്ന് റോഷനൊന്നും പ്രശസ്തനല്ലല്ലോ. അപ്പോൾ അങ്ങനെയല്ല നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ പറഞ്ഞ മൂവ്മെൻറ്റിന് പോലും. കാരണം അതിലെന്താ എക്സൈറ്റ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ, ഞാൻ ഉണ്ടോ അതിൽ അഭിനയിക്കുക, അതല്ല ചോദിച്ചത്. നമ്മളൊരു എവിടെയൊക്കെ ആൾക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അയാൾ എന്നൊരു ഗുരുവിനെ പോലെ എന്നോട് എൻ്റെ അനുഗ്രഹം ഉണ്ടാവണം, അല്ലെങ്കിൽ ഞാൻ ഒന്ന് വിജയിക്കട്ടെ എന്ന് വിചാരിക്കണം എന്ന് അയാൾ പറഞ്ഞല്ലോ. ആ നന്മയാണ് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അധ്യാപകനിൽ ഏറ്റവും വേണ്ട ഒരു സന്തോഷം തോന്നിപ്പിക്കുന്ന നിമിഷം, താൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് ഒരു ലെവലിൽ എത്തുമ്പോൾ അധ്യാപകനെ ഓർക്കുന്നത് അല്ലേ? അല്ല, അത് അങ്ങനെയല്ല, അത് ആ ലെവലിൽ എത്തിയിട്ടില്ല. അപ്പോൾ പുള്ളി ആദ്യം ഷോട്ട് എടുക്കാൻ പോവാണ്. ഞാൻ ആ ഷോട്ട് എടുക്കുമ്പോഴുള്ള പുള്ളിയുടെ ആ ഒരു ഗുരുത്വം എന്ന സാധനം എന്നെ വിളിക്കേണ്ട കാര്യമില്ല പുള്ളിക്കല്. ഞാൻ അയാളുടെ ബിഗിനിങ് സ്റ്റേജിൽ അയാൾക്ക് വേണ്ട ഒരു മാർഗനിർദ്ദേശം കൊടുത്ത കുറച്ച് കാലം, ഒരു 6 മാസം ഒരു ക്ലാസ് എടുത്ത ഒരാൾ, അത്രേ ഉള്ളൂ. അതിന് ലാസ്റ്റ് ഷോട്ട് എടുക്കുന്ന സമയത്തും ഇതുപോലെ എനിക്ക് കോൾ വന്നു, ഞാൻ ലാസ്റ്റ് ഷോട്ട് എടുക്കുകയാണ് ചേട്ടാ, പ്രാർത്ഥിക്കണേ, അതാണ് പുള്ളി പറഞ്ഞത്. തീർച്ചയായും അപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ സിനിമ വൻ സക്സസ് ആയിരിക്കും, നിങ്ങളുടെ കരിയറിൽ തന്നെ നിങ്ങൾക്കത് ഭയങ്കര സംഭവമായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. അത് ഞാൻ പറഞ്ഞുകൊണ്ടല്ല സംഭവിച്ചു. അയാളുടെ ഡെഡിക്കേഷൻ, ഞാൻ പറഞ്ഞില്ല, അയാളെ ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷൻ, അയാൾ ഇതിനോടുള്ള പുള്ളിയെ കുറിച്ച് പറയുമ്പോൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, പുള്ളിക്ക് ഇപ്പോൾ ഒരു ഷോട്ട് വയ്ക്കുകയാണ്, നമ്മൾ ആ ഷോട്ടിൽ അഭിനയിക്കുമ്പോൾ അത് എത്ര പ്രഗത്ഭനോ ചെറിയ ആളോ വലിയ ആളോ ഒന്നും വിഷയമല്ല, പുള്ളിയുടെ മനസ്സിലൊരു സാധനമുണ്ട്. ആ സാധനം കിട്ടണ വരെ പുള്ളി അത് ചെയ്തു. അതിന് 20 ടേക്ക് എടുത്താലും അത് എത്ര, അങ്ങനെ ഞാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ വർക്ക് ചെയ്ത ആൾക്കാർ ചോദിച്ചാൽ അറിയാൻ പറ്റും. പ്രശസ്തരായ പല ആൾക്കാരും 10-20 ടേക്കുകൾ എടുത്തിട്ട് പുള്ളി എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വിചാരിക്കും പുള്ളി അത് മനഃപൂർവ്വം, അതൊന്നല്ല, പുള്ളിക്ക് ആ മനസ്സിൽ ആ സാധനം ഉണ്ട്, ആ സാധനം കിട്ടണ വരെ പുള്ളി എടുക്കും. ശരിക്കും അതിനെയാണ് ഒറ്റപ്പേര് ഡയറക്ടർ എന്ന് പറയുന്നത് അല്ലേ? അല്ല, പുള്ളിക്ക് അങ്ങനല്ല. ഞാൻ പറഞ്ഞില്ല, ഇതെനിക്ക് നേരത്തെ ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മളൊരു ഇംപ്രോവൈസേഷൻ സാധനങ്ങൾ കൊടുക്കുമ്പോൾ പോലും പുള്ളി നന്നായി ചെയ്യും. അത് നല്ല ആക്ടറും കൂടിയാണ് പുള്ളി. അപ്പം നന്നായി ചെയ്തതിന് ശേഷം പുള്ളി പറയും, ഞാൻ ഒന്നും കൂടി ചെയ്യട്ടെ എന്ന് പറയും. ഞാൻ പറയുന്നത് നന്നായിരുന്നു, അല്ല എനിക്ക് ഒന്നും കൂടി ചെയ്യണത്, പുള്ളി വേറെ രീതി ചെയ്യും. അങ്ങനെ ഒരു വീണ്ടും ഒരു സാധനം നന്നാക്കാനുള്ള പുള്ളിയുടെ ആ ഒരു ഇത് അന്നേ ഉണ്ട്, ഈ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ട്.